ഇത് ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും എല്ലാവരും എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും രംഗോലി ഇട്ട് കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു വീട്ടിൽ കണ്ടോ, ഓരോരുത്തരും ഓരോരോ തരത്തിലാട്ടോ ഇടുന്നത്. എല്ലാവരും കുളിയും പൂജയൊക്കെ കഴിഞ്ഞ് പുളിഹാരയും അതേപോലെ ഇവൻ്റെ ഒരു പ്രത്യേക തരം ചട്നിയുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതെല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. വഴിയിലൊന്നും ആരുമില്ലേ, എല്ലാവരും ഓരോന്നും ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇന്ന് നല്ല രസം കേട്ടോ ഇവരെയൊക്കെ കാണാൻ. നമ്മുടെ അവിടുത്തെ ഓണം പോലെയൊക്കെ തന്നെ ഇവർ നല്ല അടിപൊളി ആഘോഷിക്കുന്നതൊക്കെ. ധാവണിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളി മാല, അതുപോലെ ഓർണമെൻറ്റ്സൊക്കെ ഇവരുടെ ഹെവി ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവരുടെ പുളിഹാര എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ ലെമൺ റൈസ് തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവരുടെ ചട്നി എന്ന് പറഞ്ഞ ഒരു തരം പ്രത്യേകതയാണ്. അതായത് അതിൽ പുളി ഉണ്ടാവും, വേപ്പിൻ്റെ പൂവില്ലേ അതുണ്ടാവും, ശർക്കര ഉണ്ടാവും, ഉപ്പുണ്ടാവും, മുളകുണ്ടാവും, ഇതെല്ലാം ചേർന്നൊരു മിശ്രിതമാണ് കേട്ടോ അവരുടെ ഈ ചട്നി.